PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002മായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. Multi-State Cooperative Societies Act 2002 was enacted on Multi-State Cooperative Societies Act 2002 was enacted on ഉത്തരം 3rd July 2002. 2002 ജൂലൈ 3-നാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ഫോം ചെയ്യുന്നത്. ഇത് 2002-ലെ 39ാമത്തെ ആക്റ്റാണ്. ഈ ആക്ട് നിലവിൽ വന്നത് 2002 ജൂലൈ 3-നാണ്. 2002-ലെ 39ാമത്തെ ആക്റ്റാണ്. 1942-ലെ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ആയി മാറി. അതാണ് പിന്നീട് 2002 മോഡിഫൈ ചെയ്ത് റീപ്ലേസ് ചെയ്ത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആയി മാറുന്നത്. അപ്പോൾ 2002-ലെ 39ാമത്തെ ആക്റ്റാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ഡാഷ് ചാപ്റ്റേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ഡാഷ് ചാപ്റ്റേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ഉത്തരം 15. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ 15 ചാപ്റ്റേഴ്സും 126 സെക്ഷൻസും 2 ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കണ്ടെയ്ൻസ് 15 ചാപ്റ്റേഴ്സ്, 126 സെക്ഷൻസ് ആൻഡ് 2 ഷെഡ്യൂൾസ്. The central registrar is as per section dash of Multi State Cooperative Societies Act 2002. The central registrar is as per section dash of Multi State Cooperative Societies Act 2002. ഉത്തരം സെക്ഷൻ 4. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 4-ലാണ് സെൻട്രൽ രജിസ്ട്രാറെ കുറിച്ച് പറയുന്നത്. The central government may appoint a person to be the central registrar of cooperative societies and may appoint such other persons as it may think fit to assist central registrar. അപ്പോൾ സെൻട്രൽ രജിസ്ട്രാറെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ള സൊസൈറ്റീസിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നത് സെൻട്രൽ രജിസ്ട്രാറാണ്. ഈ സെൻട്രൽ രജിസ്ട്രാറെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002-ൻ്റെ സെക്ഷൻ 4-ലാണ്. ഡെഫിനിഷൻസ് പറയുന്നത് സെക്ഷൻ 3-ലാണ്. സെക്ഷൻ 3 ഡെഫിനിഷൻസ്, സെക്ഷൻ 4 സെൻട്രൽ രജിസ്ട്രാർ. The application for registration of a multi-state cooperative society shall be signed by dash persons from each of the state concerned. The application for registration of a multi-state cooperative society shall be signed by dash persons from each of the state concerned. ഉത്തരം 50. ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 50 പേരാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യേണ്ടത്. The application for registration of a multi-state cooperative society shall be signed by 50% from each of the state concerned. There are dash sections in the Multi-State Cooperative Societies Act 2002. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഷെഡ്യൂളുകളും 15 ചാപ്റ്റേഴ്സും 126 സെക്ഷൻസുമാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ വരുന്നത്. അപ്പോൾ there are 126 sections in the Multi-State Cooperative Societies Act 2002. The rules for Multi-State Cooperative Societies Act 2002 was enacted on The rules for Multi-State Cooperative Societies Act 2002 was enacted on ഉത്തരം 2nd December 2002. 2002 ഡിസംബർ 2-നാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിലവിൽ വരുന്നത്. ദ റൂൾസ് ഫോർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 വാസ് ഇനാക്റ്റഡ് ഓൺ 2nd December 2002. The total number of members in the board of directors of a society registered under
Multi-State Cooperative Societies Act shall not exceed dash. The total number of members in the board of directors of a society registered under Multi-State Cooperative Societies Act shall not exceed dash. ഉത്തരം 21. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 21 കൂടാൻ പാടില്ല. ഷാൽ നോട്ട് എക്സീഡ് 21 ആണ്. ആസ് പെർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002, the board may co-opt dash directors in addition to 21 directors. As per the Multi-State Cooperative Societies Act 2002, the board may co-opt dash directors in addition to 21 directors. അതായത് 21 ഡയറക്ടേഴ്സിനെ കൂടാതെ എത്ര അംഗങ്ങളെ ഡയറക്ടർ ബോർഡിലേക്ക് കോപ്റ്റ് ചെയ്യാം? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം എത്ര ഡയറക്ടേഴ്സിനെ കോപ്റ്റ് ചെയ്യാം എന്നാണ് ചോദ്യം. അത് ഉത്തരം 2 ആണ്. ആസ് പെർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002, ദ ബോർഡ് മേ കോപ്റ്റ് 2 ഡയറക്ടേഴ്സ് ഇൻ അഡീഷൻ ടു 21 ഡയറക്ടേഴ്സ്. The board of every multi-state cooperative society shall call annual general body meeting not later than dash after the close of the corresponding year. The board of every multi-state cooperative society shall call annual general body meeting not later than dash after the close of the corresponding year. ഉത്തരം 6 months. അതായത് ഓരോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണ്. എവരി ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ആസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ സച്ച് സൊസൈറ്റി വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത്സ്. എവരി ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ആസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ സച്ച് സൊസൈറ്റി വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത്സ്. ഉത്തരം 4 months. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കുള്ള അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേലൊരു തീരുമാനം എടുക്കേണ്ടത് 4 മാസത്തിനുള്ളിലാണ്. എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ട്രാൻസ്ഫർ ആൻ എമൗണ്ട് നോട്ട് ലെസ് ദാൻ ഡാഷ് പെർസെൻറ്റേജ് ടു റിസർവ് ഫണ്ട്. എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ട്രാൻസ്ഫർ ആൻ എമൗണ്ട് നോട്ട് ലെസ് ദാൻ ഡാഷ് പെർസെൻറ്റേജ് ടു റിസർവ് ഫണ്ട്. ഉത്തരം 25%. നമ്മൾ പഠിച്ചിട്ടുണ്ട് KCS ആക്ട് പ്രകാരം സഹകരണ സംഘങ്ങൾ റിസർവ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ടാണ്. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിൽ റിസർവ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% കുറയാത്ത എമൗണ്ടാണ്. A multi-state cooperative society shall transfer an amount not less than 25% to reserve fund. The Multi-State Cooperative Societies Act 2002 has incorporated dash in its first schedule. The Multi-State Cooperative Societies Act 2002 has incorporated dash in its first schedule. ഉത്തരം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ 2 ഷെഡ്യൂളുകളാണ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഒന്നാമത്തേതിൽ പറയുന്നത്, അതായത് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത് ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത് ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ആണ്. സെക്ഷൻ 6 ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് Section 6 of Multi-State Cooperative Societies Act deals with ഉത്തരം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ 6ാമത്തെ സെക്ഷനിലാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മിനിമം 50 പേര് ഉണ്ടായിരിക്കണം. അതുപോലെ പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 4 കോപ്പീസ് അറ്റാച്ച് ചെയ്യണം. സെൻട്രൽ രജിസ്ട്രാർ ആപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് രജിസ്ട്രേഷൻ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ 4 മാസത്തിനുള്ളിലാണ് അത് അറിയിക്കേണ്ടത്. ഹി ഷാൽ കമ്മ്യൂണിക്കേറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 4 months ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അപ്പം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്, രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 6.
Section 39 of Multi-State Cooperative Societies Act deals with Section 39 of Multi-State Cooperative Societies Act deals with ഉത്തരം ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ 39ാമത്തെ സെക്ഷനിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. അതുപോലെ സെക്ഷൻ 41 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 21 21 കൂടാൻ പാടില്ല. അത് കൂടാതെ 21 കൂടാതെ 2 ഡയറക്ടേഴ്സിനെ കോപ്റ്റ് ചെയ്യാം. സെക്ഷൻ 45 ഈ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിൻ്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 45 ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഇലക്ഷൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോർഡ്. Section 47 of Multi-State Cooperative Societies Act deals with Section 47 of Multi-State Cooperative Societies Act deals with ഉത്തരം removal of elected members by general body. ഇലക്റ്റഡ് മെമ്പേഴ്സിനെ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 47. അതുപോലെ ഈ ഡയറക്ടർ ബോർഡിൻ്റെ മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 50. സെക്ഷൻ 50 പറയുന്നു മീറ്റിംഗ് ഓഫ് ബോർഡ്. As per the Multi-State Cooperative Societies Act 2002, dash days notice should be given to conduct the general body meeting to amendment of bylaw. As per the Multi-State Cooperative Societies Act 2002, dash days notice should be given to conduct the general body meeting to amendment of bylaw. ഉത്തരം 15 days. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിനുള്ള ജനറൽ ബോഡി മീറ്റിങ്ങിനുള്ള നോട്ടീസ് 15 days നോട്ടീസാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ KCS ആക്ടിലും അതുപോലെ തന്നെയാണ് പഠിച്ചത്, മാറ്റമില്ല. ആസ് പെർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002, 15 days notice should be given to conduct the general body meeting to amendment of bylaw. The central registrar may register the amendment of bylaw within a period of dash from the date of receipt of it. The central registrar may register the amendment of bylaw within a period of dash from the date of receipt of it. ഉത്തരം 3 months. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ രജിസ്ട്രാർ അത് ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിന്മേൽ ഒരു തീരുമാനം എടുക്കേണ്ടത് 3 മാസത്തിനുള്ളിലാണ്. ആസ് പെർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ ന്യൂ സൊസൈറ്റി ഡാഷ് കോപ്പീസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബൈലോ ഷാൽ ബി ഇൻക്ലൂഡഡ്. As per the Multi-State Cooperative Societies Act, for the registration of a new society, dash copies of the proposed bylaws shall be included. ഉത്തരം 4 copies. ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അറ്റാച്ച് ചെയ്യേണ്ടത് പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 4 കോപ്പീസാണ്. KCS ആക്ട് പ്രകാരം രജിസ്ട്രേഷന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 3 കോപ്പീസാണ്, പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പീസാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അമെൻമെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് 4 കോപ്പീസ് അറ്റാച്ച് ചെയ്യേണ്ടത്. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ 4 കോപ്പീസ്, പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 4 കോപ്പീസാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ആസ് പെർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ദ ബോർഡ് ഓഫ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഡാഷ്. ആസ് പെർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, the board of a multi-state cooperative society shall meet at least once in dash. ഉത്തരം എവരി ക്വാർട്ടർ. ഓരോ ക്വാർട്ടറിലുമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ബോർഡ് മീറ്റിംഗ് നടത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആണ്. 1942 വന്ന മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റായി മാറുന്നത്. അതാണ് പിന്നീട് റീപ്ലേസ് ചെയ്തിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആയിട്ട് മാറുന്നത്. 15 ചാപ്റ്റേഴ്സും 126 സെക്ഷൻസും 2 ഷെഡ്യൂൾസും വരുന്നുണ്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട റൂൾസിൽ 38 റൂളുകളും 8 ഷെഡ്യൂളുകളും വരുന്നുണ്ട്. റൂൾസ് നിലവിൽ വന്നത് 2002 ഡിസംബർ 2-നും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് 2002 ജൂലൈ 3-നുമാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.